ഹലോ ഡെവലപ്പേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ കോഡ് ഈസ് വിത്ത് അനു. നമ്മളിന്ന് ജാവാസ്ക്രിപ്റ്റിലെ അഡ്വാൻസ്ഡ് 2 ഫീച്ചേഴ്സ് സ്പ്രെഡും റെസ്റ്റും ഓപ്പറേറ്റേഴ്സ് എന്തൊക്കെയാണെന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ആദ്യം എന്താണ് സ്പ്രെഡ് ഓപ്പറേറ്റർ എന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പേഴ്സൺ ഒബ്ജക്റ്റ് എടുത്തിട്ടുണ്ട്. നെയിമും ഏജും ഇത് രണ്ടുമാണ് ഈ ഒബ്ജക്റ്റിലെ പ്രോപ്പർട്ടീസ്. ഇനി ഞാനൊരു പുതിയ വേരിയബിൾ ക്രിയേറ്റ് ചെയ്തിട്ട് അതായത് രണ്ടാമതൊരു പേഴ്സന്റെ ഒബ്ജക്റ്റും കൂടെ ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പൊ ഇതിന്റെ കോപ്പി എടുത്തിട്ട് നമുക്ക് ചെയ്യാം. കാസ്റ്റ് പേഴ്സൺ 2 എന്നാണ് ഒബ്ജക്റ്റിന് നെയിം കൊടുക്കുന്നത്. എന്നിട്ട് ഈ പേഴ്സൺ ഇതിലേക്ക് അസൈൻ ചെയ്യും. എന്നിട്ട് ഞാൻ ഈ പേഴ്സൺ 2 ഒബ്ജക്റ്റിന്റെ നെയിം ഒന്ന് ചേഞ്ച് ചെയ്യുവാണ്. നമ്മളിവിടെ പേഴ്സൺ 2വിന്റെ നെയിമാണ് ചേഞ്ച് ചെയ്തിട്ടുള്ളെങ്കിലും ഈ രണ്ട് ഒബ്ജക്റ്റിലും ഈ ചേഞ്ച് റിഫ്ലക്ട് ആയിട്ടാണ് അല്ലെ. നമ്മൾ ലോഗ് ചെയ്തിട്ട് പേഴ്സണും പേഴ്സൺ ഒബ്ജക്റ്റിലും ഈ ജോഡിന് റീപ്ലേസ് ആയിട്ട് പേഴ്സൺ എന്ന് പറഞ്ഞ ഒബ്ജക്റ്റിലും നെയിം അന്യമായിട്ടുണ്ട്. അതുപോലെ പേഴ്സൺ 2വിലും അന്യമായിട്ടുണ്ട്. ഇതിന്റെ റീസൺ നിങ്ങൾ ജാവയോ സിയോ ഇങ്ങനത്തെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഒക്കെ പഠിച്ച സമയത്ത് പാസ് ബൈ വാല്യൂ എന്നോ കോൾ ബൈ വാല്യൂ എന്നോ കോൾ ബൈ റെഫറൻസ് എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? അത് തന്നെയാണ്. അതായത് ഈ ഒബ്ജക്റ്റും അരയും ഒക്കെ ജാവാസ്ക്രിപ്റ്റിൽ മ്യൂട്ടബിൾ ആണ്. സ്ട്രിങ്ങും നമ്പേഴ്സും ഒന്നും ഒക്കെ ഇമ്മ്യൂട്ടബിൾ ആണ്. അതെന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പിന്നെ പറഞ്ഞുതരാം. അത് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പൊ ഇവിടെ നമ്മളൊരു വേറൊരു ഒബ്ജക്റ്റിലേക്ക് ഈ ഒരു ഒബ്ജക്റ്റിനെ അസൈൻ ചെയ്യുന്ന സമയത്ത് നമ്മളിവിടെ റെഫറൻസ് ആണ് പാസ് ചെയ്യുന്നത്. അതായത് ഇത് രണ്ടും സെയിം മെമ്മറി ലൊക്കേഷനിലേക്കാണ് റെഫർ ചെയ്യുന്നത്. അപ്പൊ എന്താണ്, ഒരെണ്ണത്തിൽ ചേഞ്ച് ചെയ്യുമ്പോൾ മറ്റേതും ചേഞ്ച് ചെയ്യും. നമ്മളിവിടെ ആക്ച്വലി എന്തായിരുന്നു ചെയ്യേണ്ടത്? ഇവിടെ ഒരു കോപ്പി ആയിരുന്നു പാസ് ചെയ്യേണ്ടത്. അപ്പൊ എന്തായി, ഒന്നില് രണ്ടും ഡിഫറെന്റ് ആയിട്ട് ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കും. ഒന്നിൽ എന്ത് ചേഞ്ച് ചെയ്താലും അതിന്റെ ഒറിജിനൽ ഒബ്ജക്റ്റ് ചേഞ്ച് ആവില്ല. അതിനു വേണ്ടിയിട്ട് നമുക്ക് സ്പ്രെഡ് ഓപ്പറേറ്റർ യൂസ് ചെയ്യാം. അപ്പൊ എന്താണ് ഈ സ്പ്രെഡ് ഓപ്പറേറ്റർ? നമുക്ക് പേര് പറയുന്ന പോലെ തന്നെ ഐറ്ററബിൾ ആയിട്ടുള്ള ജാവാസ്ക്രിപ്റ്റിലെ എലമെന്റ്സ് ഇല്ലേ, അതായത് അറേസ്, ഒബ്ജക്ട്സ്. അപ്പൊ ഇതിനകത്ത് മൾട്ടിപ്പിൾ എലമെന്റ്സ് ഉണ്ടാവും അല്ലെ. ഈ എല്ലാ എലമെന്റ്സിനെയും നമുക്ക് എക്സ്പാൻഡ് ചെയ്തിട്ട് ഇൻഡിവിജ്വൽ എലമെന്റ്സ് ആക്കാം. അതായത് ഇപ്പോൾ ഒന്നിൽ കൂടുതൽ എലമെന്റ്സ് ഉണ്ടെങ്കിൽ അതിന്റെ ആ പേര് സ്പ്രെഡിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ഇങ്ങനെ സെപ്പറേറ്റ് ആക്കുക എന്നല്ലേ. അതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, എക്സ്പാൻഡ് ചെയ്ത് ഇൻഡിവിജ്വൽ എലമെന്റ്സ് ആക്കാം. അപ്പൊ നമുക്ക് സ്പ്രെഡ് ഓപ്പറേറ്ററിന്റെ സിന്റാക്സ് സിമ്പിൾ ആണ്. നമുക്ക് ഒബ്ജക്റ്റിനെയാണ് സ്പ്രെഡ് ചെയ്യേണ്ടതെങ്കിൽ ഒബ്ജക്റ്റ് നൊട്ടേഷൻ കൊടുക്കുക. എന്നിട്ട് ഒബ്ജക്റ്റിന്റെ സ്റ്റാർട്ടിങ്ങിൽ ട്രിപ്പിൾ ഡോട്ട്, ഇതാണ് ഇതിന്റെ സിന്റാക്സ്. ഇവിടെ എന്ത്, ഈ സ്പ്രെഡ് ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ട് ഈ പേഴ്സൺ ഒബ്ജക്റ്റിനെ സ്പ്രെഡ് ചെയ്തിട്ടാണ് അത് പേഴ്സൺ 2വിലേക്ക് അസൈൻ ചെയ്യുന്നത്. അപ്പൊ എന്തായി, ഒരു കോപ്പി ആയിരിക്കും ഇവിടെ പാസ് ചെയ്യുന്നത്. സോ നമ്മൾ ഈ പേഴ്സൺ 2 എന്ന് പറഞ്ഞിട്ടുള്ള ഒബ്ജക്റ്റിൽ എന്ത് ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിലും അത് ഈ പേഴ്സൺ ഒബ്ജക്റ്റിനെയും അതുപോലെ തിരിച്ചു പേഴ്സണിൽ എന്തെങ്കിലും ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പേഴ്സൺ 2വിനെയും അഫക്ട് ചെയ്യില്ല. അത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമുക്ക് പേഴ്സൺ ഒബ്ജക്റ്റിൽ ഏജ് ഒന്ന് ചേഞ്ച് ചെയ്യാം. ഏജ് ഒരു 10ലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കൂ. സെറ്റ് ചെയ്ത് കൊടുത്താലും പേഴ്സൺ 2 ഒബ്ജക്റ്റിൽ 30 തന്നെയാണ്. നെയിമും ചേഞ്ച് ആയിട്ടുണ്ട്. ഫസ്റ്റ് നെയിം അതുപോലെ തന്നെ ജോണിൽ നിൽക്കുന്നു, ഏജ് ചേഞ്ച് ആയി. ക്ലിയർ ആയില്ലേ? പക്ഷേ സ്പ്രെഡ് ഓപ്പറേറ്റർ യൂസ് ചെയ്ത് ഈ കോപ്പി ചെയ്യുന്നത് ഫസ്റ്റ് ലെവലിൽ മാത്രമേ, ടോപ്പ് ലെവലിൽ മാത്രമേ വർക്ക് ആവുള്ളൂ. നമുക്ക് നെസ്റ്റഡ് ഒബ്ജക്റ്റ് ഉണ്ടെന്ന് വിചാരിച്ചോ. അതായത് ഒബ്ജക്റ്റിന്റെ അകത്ത് പുതിയൊരു ഒബ്ജക്റ്റ്, അതിന്റെ അകത്ത് വേറൊരു ഒബ്ജക്റ്റ്. അങ്ങനെ വരുമ്പം ഈ നെസ്റ്റഡ് ഒബ്ജക്ട്സുകൾക്ക് എഗെയിൻ റെഫറൻസ് ആയിരിക്കും വർക്ക് ആവുന്നത്, ഈ കോപ്പി വർക്ക് ആവില്ല. അതെങ്ങനെയാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഡീപ് ലേൺ ചെയ്യണം. അത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഇപ്പൊ നിങ്ങൾ കൺഫ്യൂഷൻ ആവണ്ട. അപ്പൊ ടോപ്പ് ലെവൽ കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ സ്പ്രെഡ് ഓപ്പറേറ്റർ യൂസ് ചെയ്യും. അതാണ് ഈ സ്പ്രെഡ് ഓപ്പറേറ്ററിന്റെ ഒന്നാമത്തെ യൂസ് കേസ്. ഇനി രണ്ടാമത്തെ യൂസ് കേസ്, നിങ്ങൾ സാധാരണ അരയിൽ പുഷ് ചെയ്യാറുണ്ട്, രണ്ട് അരയിനെ കൺകാർഡിനേറ്റ് ചെയ്യാറില്ലേ, കമ്പൈൻ ചെയ്യാറില്ലേ. അതും നമുക്ക് എന്ത് ചെയ്യാം, ഈ സ്പ്രെഡ് ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ട് ചെയ്യാം. അതായത് ഞാൻ ഇത് രണ്ടും റിമൂവ് ചെയ്യാം കേട്ടോ. എന്നിട്ട് ഡയറക്റ്റ് ആയിട്ട് ഒബ്ജക്റ്റ് ലിറ്ററലി യൂസ് ചെയ്തിട്ട് ഒരു പുതിയ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുവാണ്. ഇവിടെ നെയിം ആയിട്ട് കൊടുക്കുന്നത് നേരത്തെ കൊടുത്ത പോലെ തന്നെ അന്ന കൊടുക്കാം. അതേപോലെ ഏജ് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു 10 കൊടുക്കാം. ഇനി എനിക്ക് പുതിയൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ആ ഒബ്ജക്റ്റില് ഈ രണ്ട് ഒബ്ജക്റ്റിന്റെയും വാല്യൂസ് കമ്പൈൻ ചെയ്ത് വരണം എന്ന് വിചാരിച്ചോ. അതായത് ഞാൻ മെമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുവാണ്. ഇവിടെ എനിക്ക് നേരത്തെ കാണിച്ച പോലെ തന്നെ
ഈ കേർലി ബ്രേസും അതുപോലെ ഏത് ഒബ്ജക്റ്റ് ഒക്കെയാണോ നമുക്ക് കൺകാർഡിനേറ്റ് ചെയ്യേണ്ടത്, കമ്പൈൻ ചെയ്യേണ്ടത്, ആ ഒബ്ജക്റ്റുകളും കൊടുത്താൽ മതി. എല്ലാത്തിനെയും മുന്നേ സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്പ്രെഡ് ഓപ്പറേറ്റർ. ഇപ്പൊ രണ്ട് ഒബ്ജക്റ്റിനെ സ്പ്രെഡ് ചെയ്ത് കമ്പൈൻ ചെയ്തിട്ടായിരിക്കും ഈ മെമ്പറിലേക്ക് വരിക. നമുക്ക് ലോഗ് ചെയ്യാം. ഇവിടെ സോറി കേട്ടോ, ഇവിടെ കീ സെയിം ആയതുകൊണ്ടാണ് ലാസ്റ്റ് വൺ ഏതാണോ അതിനെ വെച്ച് റീപ്ലേസ് ചെയ്യും. ഞാൻ ഇവിടെ വേറൊരു കീ ആണ് ഈ person2 കൊടുക്കാൻ പോകുന്നത്. ജോബ് എന്ന് കൊടുത്തിട്ട് ഡെവലപ്പർ എന്ന് കൊടുക്കുന്നു. അതുപോലെ എക്സ്പീരിയൻസ് ഇൻഡിക്കേറ്റ് ചെയ്യാൻ എക്സ്പീരിയൻസ് കൊടുത്തിട്ട് ഒരു 5 സെറ്റ് ചെയ്ത് കൊടുക്കും. അപ്പം ഇതുപോലെ സെയിം കീ ആണെങ്കിൽ ലാസ്റ്റ് കീന്റെ വാല്യൂ വെച്ചിട്ട് റീപ്ലേസ് ആവും. ഡിഫറെന്റ് കീ ആകുമ്പോൾ ഇവിടെ കണ്ടില്ലേ ഒബ്ജക്ട്സുകൾ കമ്പൈൻ ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ അരേനെയും ചെയ്യാം. അതായത് ഈ ഒബ്ജക്റ്റിന് പകരം നമുക്കിവിടെ ഒരു അരേ ആയിരുന്നെന്ന് വിചാരിച്ചു. ഞാനിവിടെ ഒരു നമ്പർ അരേ ക്രിയേറ്റ് ചെയ്യുവാണ്. നെയിം നം എന്നാക്കി കൊടുക്കുന്നുണ്ട്. നം1 എന്നും നം2 എന്നും കൊടുക്കുന്നുണ്ട്. ഈ അരേനെ നമുക്ക് കമ്പൈൻ ചെയ്യണം. നേരത്തെ ചെയ്ത പോലെ അപ്പൊ അരേ ആയതുകൊണ്ട് അരേന്റെ സ്ക്വയർ ബ്രാക്കറ്റ് കൊടുക്കുക. പുതിയൊരു അരയല്ലേ ക്രിയേറ്റ് ചെയ്യേണ്ടത്, കൺകാർഡിനേറ്റ് ചെയ്ത് പുതിയൊരു അരേ ക്രിയേറ്റ് ചെയ്യേണ്ടതുകൊണ്ട് അരേന്റെ സ്ക്വയർ ബ്രാക്കറ്റ് കൊടുക്കണം. ഞാൻ ഈ കൺസോൾ സ്റ്റേറ്റ്മെന്റ്സ് ഒന്ന് റിമൂവ് ചെയ്യാം കേട്ടോ. ജസ്റ്റ് ടോട്ടൽ അരേ എന്ന് കൊടുക്കുന്നു. ഇവിടെ കണ്ടില്ലേ, നമ്മൾ നേരത്തെ ഒബ്ജക്റ്റിനെ കമ്പൈൻ ചെയ്ത പോലെ ഇവിടെ അരേനെയും കൺകാർഡിനേറ്റ് ചെയ്ത് പുതിയൊരു അരേ ക്രിയേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ അരേ ആകുമ്പോൾ സ്ക്വയർ ബ്രാക്കറ്റും ഒബ്ജക്റ്റ് ആകുമ്പോൾ ഒബ്ജക്റ്റിന്റെ കേർലി ബ്രേസസും യൂസ് ചെയ്താൽ മതി. ഇനിയിപ്പം എനിക്ക് ഇത് കൺകാർഡിനേറ്റ് ചെയ്യേണ്ട ഫസ്റ്റ് അരയിലേക്ക് പുതിയൊരു എലമെന്റിനെ ആഡ് ചെയ്താൽ മതി എന്ന് വിചാരിച്ചു. അതിനു വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഫസ്റ്റ് അരേനെ ആദ്യം സ്പ്രെഡ് ചെയ്യുന്നു. ഇനി ഞാൻ എനിക്കൊരു 9 എന്ന് പറഞ്ഞിട്ടൊരു എലമെന്റിനെ ആഡ് ചെയ്യണമെങ്കിൽ ഏതിനാണോ ആഡ് ചെയ്യേണ്ടത് ആ എലമെന്റിനെ കൊടുത്താൽ മതി. അപ്പോൾ പുതിയൊരു എലമെന്റിനെ ആഡ് ചെയ്തിട്ടുള്ള അപ്പൊ ഈ ടോട്ടൽ അരയിലേക്ക് എക്സിസ്റ്റിംഗ് നം1ന്റെ എലമെന്റും അതിന്റെ കൂടെ നമുക്ക് ഏതെങ്കിലും സെപ്പറേറ്റ് ആയിട്ട് ആഡ് ചെയ്യണമെങ്കിൽ ഒരു 9 കൂടെ ആഡ് ചെയ്തിട്ട് വരും. ഡയറക്റ്റ് ആയിട്ട് അരേ പുഷ് ചെയ്യുമ്പോൾ അതിന്റെ ഒറിജിനൽ അരേ ചേഞ്ച് ചെയ്യും. പക്ഷെ ഇവിടെ എന്താന്ന് വെച്ചാൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന പുതിയ അരയിലായിരിക്കും ഈ ചേഞ്ച് വരുന്നത്. ആ ഒരു ഡിഫറൻസേ ഉള്ളൂ. ഫംഗ്ഷനിൽ നമുക്കിത് യൂസ് ചെയ്യാം. അതായത് നമുക്കിപ്പോ ഒരു ഫംഗ്ഷൻ ഉണ്ടെന്ന് വിചാരിച്ചു. സം എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു ഫംഗ്ഷൻ ഉണ്ട്. എനിക്ക് ഈ അരേ പാസ് ചെയ്യണ്ട, അതിന് പകരം എനിക്ക് ഇതിനെ ഇതുപോലെ തന്നെ എന്ത് ചെയ്താൽ സ്പ്രെഡ് ചെയ്തിട്ടാണ് ഈ അരേനെ പാസ് ചെയ്യേണ്ടത്. ഇവിടെ കണ്ടില്ലേ, അപ്പൊ ഇവിടെ സ്പ്രെഡ് ചെയ്തിട്ട് പാസ് ചെയ്യുമ്പോൾ ഇൻഡിവിജ്വൽ എലമെന്റ്സ് ആയിട്ട് ഇതുപോലെ അരയിലേക്ക് പാസ് ചെയ്ത് യൂസ് ചെയ്യാം. അപ്പൊ ഇതുപോലെ ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന സമയത്ത് അരേന്റെയോ ഒബ്ജക്റ്റിന്റെയോ എലമെന്റ്സിനെ സ്പ്രെഡ് ചെയ്തിട്ട് നമുക്ക് പാസ് ചെയ്യാം. അത് ഇൻഡിവിജ്വൽ എലമെന്റ്സ് ആയിട്ട് ഈ ഫംഗ്ഷന്റെ പാരാമീറ്ററിൽ വരും. നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് അതിനെ യൂസ് ചെയ്യാം. ഇതാണ് വേറൊരു യൂസ് കേസ്. അപ്പൊ ഇത്രയാണ് മെയിൻ ആയിട്ട് വരുന്ന സ്പ്രെഡ് ഓപ്പറേറ്ററിന്റെ യൂസ് കേസ്. ഇനി നമുക്ക് റെസ്റ്റ് ഓപ്പറേറ്റർ എന്താന്ന് നോക്കാം. റെസ്റ്റ് ഓപ്പറേറ്റർ എന്താണെന്ന് അറിയണമെങ്കിൽ അരേ ഡീസ്ട്രക്ചറിങ് എന്താണെന്ന് അറിയണം. അതുപോലെ ഒബ്ജക്റ്റിനെ നമുക്ക് ഡീസ്ട്രക്ചറിങ് ചെയ്യാം കേട്ടോ. പിന്നെ നമുക്ക് ആദ്യം ഒരു പേഴ്സൺ ഒബ്ജക്റ്റ് എടുക്കാം. നമ്മൾ നേരത്തെ എടുത്ത സെയിം പേഴ്സന്റെ ഒബ്ജക്റ്റ് ആണ് ഞാൻ എടുക്കാൻ പോകുന്നത്. ഇതൊരു ഒബ്ജക്റ്റ് അല്ലേ, എനിക്കിനി ഈ ഒബ്ജക്റ്റിന്റെ ഓരോ കീയും വേറൊരു വേരിയബിളിലേക്ക് അസൈൻ ചെയ്യണം. ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ ഒരു കോൺസ്റ്റ് നെയിം എന്ന് പറഞ്ഞിട്ട് ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്നു. ഇതിലേക്ക് എനിക്ക് നെയിം, ഈ ഒബ്ജക്റ്റിൽ നെയിം അസൈൻ ആവണം. അതുപോലെ ഏജ് എന്ന് പറഞ്ഞിട്ട് വേറൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തിട്ട് ഏജും അസൈൻ ആവണം എന്ന് വിചാരിച്ചു. അപ്പൊ ഇവിടെ കണ്ടില്ലേ, ഇതുപോലെ നമുക്ക് അസൈൻ ചെയ്യാം. അതായത് ഒബ്ജക്റ്റിന്റെ
ഓരോ എലമെന്റ്സിനെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ അതിന്റെ ആ ഇൻഡെക്സ് ബേസ് ചെയ്തിട്ടാണ് കേട്ടോ, ഫസ്റ്റ് എലമെന്റിനെ ഫസ്റ്റിലേക്ക്, സെക്കൻഡിനെ സെക്കൻഡിലേക്ക്, അങ്ങനെ നമുക്ക് അസൈൻ ചെയ്യാൻ പറ്റും. ഇതാണ് ജാവാസ്ക്രിപ്റ്റ് ഡീസ്ട്രക്ചറിംഗ് എന്ന് പറയുന്നത്. ഇനി എനിക്ക് ഈ ഒബ്ജക്റ്റിൽ ഒരു 2-3 പ്രോപ്പർട്ടീസും കൂടി ഉണ്ടെന്ന് വിചാരിച്ചു. അതായത് നേരത്തെ കൊടുത്ത പോലെ ഒബ്ജക്റ്റ് ഡീസ്ട്രക്ചറിങ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് പ്രോപ്പർട്ടി മാത്രം ഇതിലേക്ക് വന്നാൽ മതി. റിമൈനിങ് എല്ലാം കൂടെ കളക്ട് ചെയ്തിട്ട് ഒരൊറ്റ ഒബ്ജക്റ്റ് ആയിട്ട് വരണം. അതായത് ഈ നെയിം മാത്രം, അല്ലെങ്കിൽ ഞാനിവിടെ ഒരു ID എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം കൂടെ കൊടുക്കുവാണ്. 100 സെറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ എനിക്കൊരു ID ഒരു സെപ്പറേറ്റ് ആയിട്ടും ബാക്കിയുള്ള ഈ പേഴ്സന്റെ ഡീറ്റെയിൽ വേറൊരു ഒബ്ജക്റ്റ് ആയിട്ടും വരണം. ഒരു വേരിയബിളും ഒരു ഒബ്ജക്റ്റുമായിട്ട് കിട്ടണം എന്ന് വിചാരിച്ചു. അതിനാണ് റെസ്റ്റ് ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത്. അപ്പൊ നമുക്കിവിടെ ID എനിക്കൊരു വേരിയബിളിൽ കിട്ടണം. ഇനി ബാക്കിയുള്ളതെല്ലാം കൂടെ എനിക്ക് കളക്ട് ചെയ്തിട്ട് ഒരു പേഴ്സൺ ഡീറ്റെയിലിന് കൊടുക്കുക കേട്ടോ. ഡീറ്റെയിൽസിന് കൊടുക്കുവാണ്. ഈ പേഴ്സൺ ഡീറ്റെയിൽസിൽ എനിക്ക് പേഴ്സന്റെ റിമൈനിങ് ഡീറ്റെയിൽസും ID വേരിയബിളിലും വരണം. ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ റെസ്റ്റ് ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത്. ഇതാണ് ഇത് സിന്റാക്സ് വൈസ് നോക്കുമ്പോൾ സ്പ്രെഡിലും റെസ്റ്റിലും രണ്ടും ട്രിപ്പിൾ ഡോട്ട് ആണ്, പക്ഷെ യൂസ് കേസ് ഡിഫറെന്റ് ആണ്. ഒരു സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്പ്രെഡ് ഓപ്പറേറ്റർ, കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റെസ്റ്റ് ഓപ്പറേറ്റർ. ക്ലിയർ ആയില്ലേ? അതായത് നമുക്കിവിടെ ജസ്റ്റ് ID-നെയും അതുപോലെ പേഴ്സൺ ഡീറ്റെയിൽസിനെ ഒന്ന് കൺസോൾ ചെയ്യാം. ഇവിടെ കണ്ടില്ലേ, ID സെപ്പറേറ്റ് ഒരു ഒബ്ജക്റ്റ് ആയിട്ട് വന്നു. അതുപോലെ പേഴ്സൺ ഡീറ്റെയിൽസ് ഇതിനെ സ്ട്രിംഗിഫൈ ചെയ്ത് കാണിച്ചു തരാം. നെക്സ്റ്റ് ലൈനിലേക്ക് ഇടാം, റീഡ് ആവാൻ വേണ്ടിയിട്ട്. ഇവിടെ കണ്ടില്ലേ, ID സെപ്പറേറ്റ് ആയി, ID അല്ലാത്ത ബാക്കിയെല്ലാം കൂടെ കളക്ട് ചെയ്ത് ഒരു പേഴ്സൺ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ പുതിയൊരു ഒബ്ജക്റ്റും ക്രിയേറ്റ് ആയി. അപ്പൊ കളക്ട് ചെയ്ത് നമുക്ക് ഇവിടെ അരേ ഡീസ്ട്രക്ചറിങ് കൂടെ കമ്പൈൻ ചെയ്താട്ടോ ഇത് വർക്ക് ചെയ്യുന്നത്. ഇവിടെ കളക്ട് ചെയ്ത് പുതിയൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു, ഈ ID അല്ലാത്ത ബാക്കിയെല്ലാം. ഇതാണ് റെസ്റ്റ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. ഇനി നേരത്തെ സ്പ്രെഡ് ഓപ്പറേറ്ററിൽ ഫംഗ്ഷന്റെ കേസ് പറഞ്ഞ പോലെ ഇവിടെ നമുക്ക് ഫംഗ്ഷൻ യൂസ് ചെയ്യാം. അതായത് എനിക്ക് അഗെയിൻ ഒരു സം എന്ന് പറഞ്ഞിട്ട് ഒരു ഫംഗ്ഷൻ ഉണ്ട്. ഈ ഫംഗ്ഷനിൽ ഞാനൊരു നം എന്ന് പറഞ്ഞിട്ട് ഒരു അരേ ആണ് ഇതിന്റെ പാരാമീറ്റർ. അതായത് സാധാരണ നമുക്ക് ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ അതിന്റെ പാരാമീറ്റർ, അതിന്റെ ഫംഗ്ഷൻ ഡെഫിനിഷനിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്ന പാരാമീറ്ററിനെ ബേസ് ചെയ്തിട്ടല്ലേ നമ്മൾ ആർഗ്യുമെന്റ്സിനെ പാസ് ചെയ്യുന്നത്. അതിന് പകരം നമുക്ക് ഇൻഫൈനൈറ്റ് ആയിട്ട് ആർഗ്യുമെന്റ്സ് പാസ് ചെയ്യണം. അതായത് ഫസ്റ്റ് ഞാൻ ഫംഗ്ഷൻ കോളിൽ 2 പാരാമീറ്റർ 1, 2 ആണ് പാസ് ചെയ്യുന്നത്. ഇപ്പൊ ഇവിടെ കണ്ടില്ലേ, ഒരു അറേ ഓഫ് num2 വന്നു. എനിക്കിനി രണ്ടാമത് ഈ ഫംഗ്ഷനെ കോൾ ചെയ്യുന്ന സമയത്ത് ഒരു 3 പാരാമീറ്റർ പാസ് ചെയ്യണം, അല്ലെങ്കിൽ 4 പാരാമീറ്റർ പാസ് ചെയ്യണം. അപ്പൊ എന്തായി, സെക്കൻഡ് കോളിൽ 4 പാരാമീറ്റർ. ഇങ്ങനെ നമുക്ക് ഡെഫിനിറ്റ് ആയിട്ട് അറിയില്ല ഇത്ര നമ്പർ ഓഫ് പാരാമീറ്റേഴ്സ് ആണെന്ന്. അപ്പൊ ഒരു അറേ ആയിട്ട് എന്ത് ചെയ്തോളും, ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ കളക്ട് ചെയ്തോളും. ഇൻഫിനൈറ്റ് നമ്പർ ഓഫ് പാരാമീറ്റേഴ്സ് പാസ് ചെയ്യാം. ഫംഗ്ഷൻ കോളിൽ റെസ്റ്റ് ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ടാണ് അതിന്റെ പാരാമീറ്റർ ഡിഫൈൻ ചെയ്തിട്ടുള്ളതെങ്കിൽ നമുക്ക് ഇൻഫിനൈറ്റ് നമ്പർ ഓഫ് ആർഗ്യുമെന്റ്സ് ഫംഗ്ഷൻ കോളിൽ പാസ് ചെയ്യാൻ പറ്റും. അതാണ് റെസ്റ്റ് ഓപ്പറേറ്ററിന്റെ രണ്ടാമത്തെ യൂസ് കേസ്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. താങ്ക്